ഇന്ന് നമ്മൾ ഹൈഡ്രോളിക് ട്രെയിനിങ് കിറ്റിൽ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് 4x2 കൺട്രോൾ വാൾവ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. അതിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ടാങ്ക് ഉണ്ട്, സക്ഷൻ ഫിൽട്ടർ വഴി പമ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്, പ്രൈം മൂവറായിട്ട് മോട്ടർ ഉണ്ട്, അതിനെ കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്കിലേക്ക് പ്രഷർ ലൈനും ട്രാൻസ്മിറ്റ് ലൈനും അതോ ട്രാൻസ്പോർട്ട് ലൈനും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ നേരെ നമ്മുടെ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ആയിട്ടുള്ള 4x2 വാൾവിലേക്ക് കൊടുക്കുന്നു. 4x2 വാൾവിന്റെ ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ സിലിണ്ടർ, ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബേസിക് ഡയഗ്രാം. ഈ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 4x2 വാൾവിന്റെ കണക്ഷനും അതിന്റെ വർക്കും. 4x2 ഡയറക്ഷൻ കൺട്രോൾ വാൾവ്, എല്ലാ വാൾവിനകത്തും നമ്മൾ താഴെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ പി എന്ന് എഴുതിയിട്ടുണ്ടാവും, മേലില് എ ബി എന്ന് എഴുതിയിട്ടുണ്ടാവും, ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ടി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്നത്. നമ്മൾ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്കിൽ നിന്ന് വരുന്ന പ്രഷർ ലൈൻ പി എന്ന് പറയുന്ന നമ്മുടെ പോർട്ടിലേക്കും, ട്രാൻസ്പോർട്ട് ലൈൻ അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്പെറന്റ് ലൈൻ ടി എന്ന് എഴുതിയിരിക്കുന്ന പോർട്ടിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. അവിടെ നിന്നും രണ്ട് പോർട്ടുകൾ, വർക്കിംഗ് പോർട്ടായിട്ടുള്ള എയും ബിയും ഉണ്ട്. എ പോർട്ട് നമ്മൾ സിലിണ്ടറിന്റെ ടോപ്പിലും, ബി എന്ന് പറയുന്നത് നമ്മൾ താഴെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലിവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലോഡിനെ പൊക്കുവാനും താക്കുവാനും കഴിയും. അതിനകത്ത് നോർമൽ കണ്ടീഷനിൽ എന്ത് ചെയ്യും, ഇത് നമ്മുടെ ഓയിൽ ട്രാൻസ്പെറന്റ് ഓസ് വഴി നമ്മുടെ ടാങ്കിലേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം അഥവാ നമ്മുടെ പമ്പ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടാണ് ഓൺ സ്വിച്ച് വരിക. ഇവിടെ ഓൺ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ സിസ്റ്റം ഓൺ ആണ് ഇപ്പോൾ. ഓക്കെ, നമ്മുടെ പമ്പ് ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 40 kg ആണ്. 40 kg അടുത്ത് നമ്മുടെ പ്രഷർ ഉണ്ട്. അഥവാ പ്രഷർ ലൈനിൽ 40 kg ഉണ്ട്. ഈ പ്രഷർ ലൈനിൽ നിന്ന് വരുന്ന ഓയില് നമ്മുടെ കൺട്രോൾ വാൽവിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ലിവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് എ പോർട്ടും ബി പോർട്ടിനകത്തൂടെ ഓയിൽ പോവുകയും നമ്മുടെ ആക്ച്വേറ്റർ മൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അത് ഓക്കെ, അപ്പോൾ നമ്മുടെ ബി പോർട്ടിൽ ഉള്ള ഓയില് വന്നിട്ട് എയിലും ബിയിലും കൂടെയാണ് നമ്മുടെ ആക്ച്വേറ്ററിലേക്ക് പോയിട്ട് നമുക്ക് ഔട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഈ ട്രാൻസ്പോർട്ട് ഇപ്പോൾ നമ്മുടെ ഇതിലേക്ക് വരുന്ന ലോ പ്രഷർ ആയിട്ടുള്ള ലൈൻ നമ്മുടെ കൺട്രോൾ വാൽവും ആക്ച്വേറ്ററും കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ട്രാൻസ്പെറന്റ് ഈ ടീ പോർട്ട് വഴിയാണ് എന്ത് ചെയ്യുക, എപ്പോഴും തിരിച്ച് നമ്മുടെ ടാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് 4x2 വാൽവിന്റെ കണക്ഷനും അതിന്റെ വർക്കും. പ്രഷർ റിലീഫ് വാൽവാണ് ചെയ്യേണ്ടതെങ്കിൽ പ്രഷർ റിലീഫിന്റെ നമ്മൾ നമ്മുടെ പ്രഷർ ലൈൻ ഇവിടെ കണക്ട് ചെയ്യുക. നമ്മുടെ ഔട്ട് ട്രാൻസ്പെറന്റ് ലൈൻ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട പ്രഷർ എത്രയാണോ ആ പ്രഷർ നമ്മൾ സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീഫ് ആവും. പ്രഷർ റിലീഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസ്പെറന്റ് ഹോസ് വഴി പോകും. അങ്ങനെ നമുക്ക് ചെക്ക് വാൽവും ഓരോ കമ്പോണന്റും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും.